അച്ഛ അച്ഛനില്ല. ഇല്ല. അയ്യോ, അപ്പം എന്നോട് വരാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ഡോക്യുമെന്റിന്റെ. ആരാ? ഞാൻ ജയദേവൻ, ഇവിടെ കുണ്ടന്നൂർ സ്റ്റേഷനിലെ SI ആണ്. അച്ഛൻ ഇല്ലേ? കുര്യാക്കോ സാർ ഇവിടെ ഇല്ല. പുറത്തെവിടെയോ പോയിട്ട് എപ്പോ? അല്ല, നിങ്ങൾ കുര്യാക്കോ സാറെന്ന് വിളിക്കുമ്പം നിങ്ങൾ അച്ഛൻ്റെ ആരുമല്ലേ? നിങ്ങളാരാ? ഞാൻ ഹണി, സാറിൻ്റെ ഒരു ഫ്രണ്ടാ. ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇല്ല. മനസ്സിലായോ? പറഞ്ഞു കാണണമല്ലോ. ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ? പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ല. ഞാനേ ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു ഇത്രയും നല്ല ഗിഫ്റ്റാന്ന് കരുതിയില്ലേ. അല്ല, ഗിഫ്റ്റ് എനിക്കാണ്. ഞാനാണ്. പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവാനായിരിക്കും. ഞാനാണ് വരുമെന്ന് പറഞ്ഞിരുന്നത്. എനിക്കിപ്പോ മനസ്സിലായി. മനസ്സിലായല്ലോ അല്ലേ? ഓഹോ, സോറി കേട്ടോ. ഞാനേ ഒരു ആർത്തിയാ. 1 വർഷമായി ഇങ്ങനെയൊക്കെ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് പറ്റിയത്. ഞാനും സോറി. ഒന്ന് ഉറപ്പിക്കണമായിരുന്നല്ലോ. പിന്നെ അത് വേണം. ഏത് കാലത്താണ് നമ്മള്. സോറി കേട്ടോ, ഒന്നും വിചാരിക്കില്ല. ഞാൻ എന്താന്ന് വെച്ചാലേ ഈ വൈഫിനെയൊക്കെ അവിടെ ഒരു ടെക്സ്റ്റൈൽസ് നിർത്തിയേക്ക് വരുന്നേ. അപ്പം അതിന്റെ ഇടയിലാണ്. കാരണം ഇതിപ്പോ നേരത്തെ പ്ലാൻ ചെയ്തൊരു പരിപാടി ആയി പോയല്ലോ. അതാണ് പറ്റിയത്. ഇല്ലെങ്കിൽ അങ്ങനത്തെ കുഴപ്പമൊന്നും പറ്റത്തില്ലായിരുന്നു. ഈ ട്രാഫിക്കും എല്ലാമായിട്ട് അങ്ങ് ലേറ്റ് ആയി പോയി. ഇവിടെ വന്നിട്ട് തിരിച്ചവിടെ ചെല്ലണമല്ലോ. ഈ അച്ചായൻ ഇപ്പൊ വരുവോ? ഇപ്പൊ വരേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലല്ലോ. എന്താവശ്യം? അച്ചായനെ ഇപ്പൊ വരേണ്ട ഒരു കാര്യമില്ല. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഏയ് വേണ്ട. ഞാൻ വേണ്ട. അല്ല, ഒരു ബദാം മിൽക്ക് എടുക്കാം. അച്ഛൻ സ്ഥിരം കുടിക്കുന്നതാന്നേ. ഉപകാരമുള്ളായിരിക്കും. ബദാം മിൽക്കും അല്ലേ? എടുക്കും. ഞാനെന്നാ. ആയിക്കോട്ടെ. അല്ല, ബദാം മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇതൊരു സ്പെഷ്യൽ ആയിട്ടാ. അച്ഛൻ്റെ ഒരു അച്ഛൻ്റെ അല്ലേ? അച്ഛനൊരു വെറൈറ്റി ആളാ. സ്പെഷ്യൽ ആയിരിക്കും. അല്ല, ഇനി വരുമ്പോ ഇങ്ങനെ ധൃതിയിലൊന്നും വരരുത്. നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയമൊക്കെ വേണ്ടേ? ഞാൻ പറഞ്ഞില്ല, ഇത് ഇങ്ങനെ ഒരു പറ്റിപ്പോയതാണ്. സാരല്ല. എന്നാലും എനിക്കൊരു 10 മിനിറ്റ് തരില്ലേ? പിന്നെന്താ? ഫ്രഷ് ആവാൻ. പിന്നെ ശരി. 10 മിനിറ്റ് കഴിയുമ്പോൾ ബെഡ്റൂമിലേക്ക് വന്നാൽ മതി. ശരി. ഓക്കെ. സാർ ചാവി. ശരി. അളയാ, ആ സീനിയർ മാനേജർ ലീവില്ല. അതുകൊണ്ട് ഇതും എന്റെ തലയിലായി. പെട്ടെന്ന് ആവട്ടെ കേട്ടോ. നീ ഒരു കാര്യം ചെയ്താ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. കട അടയ്ക്കും. വീട്ടിൽ പോയിട്ട് പോകാൻ പറ്റും. എന്താണ് ഇത്ര? കല്യാണി ലാൻഡ് ചെയ്താ? കീ റോണിയുടെ കയ്യില. അല്ല, അവളെന്തി? ഞാനൊന്നും ചെയ്തില്ല സാറേ. അവളെന്തിയെന്ന്? അവളാണ് എന്നെ ഈ മുറിയിലേക്ക് ആക്കിയത്. സാറേ, ഫ്ലാറ്റ് മാറി കയറിയതാ. ഇതാരാ? ഇതാരൊക്കെയാ? എനിക്കറിയില്ല സാറേ. ഞാൻ അതേ ഫ്ലാറ്റ്.
അടിപൊളിയാ. ജീവിതത്തിലും മരണത്തിലും ഇങ്ങനെ ചിരിച്ചോണ്ടേയിരിക്കണം. അച്ചായന്റെ ഓശോയുടെ രീതി അതാ. എടാ ജെറി, നിനക്കൊരു കിളുന്നിനെ കിട്ടിയപ്പോ എന്റെ ഫോൺ പോലും എടുക്കാൻ വയ്യ. കുര്യാക്കോസ് DLF ആണോ LDF ആണോ? നീ എവിടെ പോയി വിളിച്ചാലും നിന്നെ ഞാൻ പൊക്കൂടാ. നമ്മളിനി എന്ത് ചെയ്യും സാറേ? അല്ല അതിപ്പോ അച്ചായൻ ഇത് ഡെഡ് ബോഡി അല്ലേ? നമ്മളിവിടെ നമ്മളും പെടും. ആ മിണ്ടരുത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. മിണ്ടായിരിക്കണം. വാ. അവളെന്തി? എവിടെ? നോക്ക്. അല്ല സാറമ്മ, ആ നീ പോയി നോക്കാം. അവിടെ ആരെങ്കിലും ഉണ്ടോ? ബാഗ് നിങ്ങളുടെ എടുക്ക്. നമുക്കിറങ്ങി ഓടിയാലോ? ഇത് നമ്പർ നോക്കണം. എന്റെ ഫോൺ കാണുന്നില്ല. എന്റെ ഫോൺ ഫോണിൽ എവിടെ? എൻ്റെയും ഫോൺ എടി. പള്ളിപ്പെരുന്നാൾ തുടങ്ങിയോ? ഇതെന്ത് കോലമ്മ? ജീൻസിന്റെ കൂടെ ആരെങ്കിലും കൊലുസ് ഇടോ? മിണ്ടാണ്ട് എക്കടെ ആടുന്നേ. നമ്മള് കുറച്ച് മോഡേൺ ആണെന്ന് നാട്ടുകാരെല്ലാം അറിഞ്ഞോട്ടെ. ഇതൊക്കെ ഇത് നല്ലുണ്ടല്ലേ? കുഴപ്പമില്ല. ഇത് കാഞ്ചീപുരം അല്ലേ? അതെ, കാഞ്ചീപുരം. നിനക്ക് ഇഷ്ടായിനി, ഇതെടുത്തോ. ഓക്കെ മാം. മാഡം ഒറ്റയ്ക്കാണ്, സാറൊന്നില്ലേ? ഇല്ല, ഒരു പീഡന കേസ് പ്രതിയെ പിടിക്കാൻ പോയിട്ടോളെ. സത്യമായിട്ട് വെച്ചും പീഡന കേസിൽ പ്രതിയെ പിടിക്കാൻ പോയതാണോ? പിന്നെ വായി നോക്കി നടക്കുമെന്ന് പറയാൻ കഴിയുമോ? എടോ എന്താണോ വന്നത് നടക്കുവോ? അയാളെ കിട്ടുന്നുണ്ടോ? ഇപ്പൊ കിട്ടും സാർ, ഇപ്പൊ കിട്ടും. എന്റെ പൊന്നു സാറ്, ഞാൻ എന്താ വേണ്ടത്? എന്റെ മോളുടെ കല്യാണം നാളെ. എനിക്ക് സ്വർണ്ണം എടുത്തു തരണം. എന്റെ പൊന്നു ചേട്ടാ, എടുത്തു തരാം പ്ലീസ്. ഒന്ന് വെയിറ്റ് ചെയ്യും. ഇതിനൊരു പരിധി. Excuse me, sir. Yes. I have an idea. Can we break the door? സ്വന്തം ബാങ്ക് പൊളിക്കാനോ? ഗെറ്റ് ലോസ്റ്റ്. റോണി എന്തായിരിക്കാത്തെ? ചന്തയില് പരുവുണ്ടോ? എനിക്ക് താല്പര്യമില്ല. നിനക്ക് പെമ്പിള്ളാരെ കണ്ട അപ്പ തന്നെ മനസ്സിലാവും അല്ലേ? നിനക്ക് അപ്പ തന്നെ കാര്യം നടക്കുകയും വേണം. നടത്താം, ഞാൻ നടത്തിത്തരാം.
കൂട്ടുകാരന്റെ പേരെന്താന്നാ പറഞ്ഞ? ബാലു. 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 അവൻ ഭയങ്കര വളയ്ക്കലല്ലേ? കാര്യം നടക്കുകയും വേണം. പക്ഷെ എന്റെ കൂടെ കണ്ട നിനക്ക് ഇമേജ് പ്രശ്നം. നിനക്ക് പറ്റിയൊരു ഇമേജ് ഞാൻ ഉണ്ടാക്കി തരാം. ആർത്തി. ഒരു വർഷമായിട്ട് എന്നെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു അല്ലേ? എന്നിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കുര്യാക്കോസിനെ കൊന്നതുപോലെ നിങ്ങൾ 3 എണ്ണത്തിനെ ഞാൻ തട്ടു. എന്തിന്? ഒന്ന്, നിങ്ങളെ പോലുള്ളവരെ കൊല്ലുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. 2, ഞാൻ കുര്യാക്കോസിനെ കൊന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇനിയിപ്പോ ഞാൻ നിങ്ങളെയും കൊല്ലണ്ടേ? വേണ്ടേ? ഞങ്ങളെ കൊല്ലുന്നത് പറ, വേണ്ടേ? ഹായ് ഡിയേഴ്സ്, മനുഷ്യൻ ജീവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ആനന്ദ മുഹൂർത്തങ്ങളെക്കാളേറെ അതിന്മേലുള്ള പ്രത്യാശയിലാണ്. എൻജോയ് എവറി സെക്കൻഡ് ഓഫ് ദ ലൈഫ്. അങ്ങനെ ബംഗാളിയുടെ നിന്നും മലയാളി കിട്ടി തുടങ്ങി. ബംഗാളി, ചപ്പാത്തിക്ക് ഗോതമ്പും ഡാലിന് പരിപ്പും ഇല്ലായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു നിനക്ക്. അന്ന് നിന്നെയൊക്കെ അതിഥിയായിട്ട് കണ്ടവരാടാ ഞങ്ങള്, അറിയാമോ? ആ കൂട്ടത്തിൽ ഒരാളായ നീയും ചാവാടേ കിടന്ന് ഉടക്കണം. നീ വിവാഹത്തിന് മുമ്പുള്ള കൗൺസിലിങ്ങിന് വരുമ്പോൾ എന്തൊരു സ്നേഹമാ. വാക്ക് ജീവിതത്തിൽ കൊടുത്തത് പാലിക്കണം, വാക്കിന് വില വേണം. ഭാര്യ ഭർത്താവിന് കൊടുത്ത വാക്കിനും ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്ത വാക്കിനും. വിവാഹത്തിൻ്റെ വിജയം പരസ്പരം വാക്കു പാലിക്കുക എന്നതിലാണ്. ആ വാക്ക് മരണം വരെ പാലിക്കണം. അങ്ങനെ വാക്കു പാലിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും? ജീവിതത്തിന് ദൂരെ മാറി നിങ്ങൾ പുറത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധയോടെ വാക്കു പാലിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിക്കാത്ത പല ജീവിതങ്ങളും വീണ്ടെടുക്കാൻ പറ്റാത്ത വിധം തകർന്നു പോയിട്ടുണ്ട്. സംഭവിക്കുന്ന ശൂന്യതകൾ നികത്താനുള്ള യത്നത്തിലാണ്. പിന്നെ ഭാര്യ ഭർത്താവിൻ്റെ കുറ്റം, ഭർത്താവ് ഭാര്യയുടെ കുറ്റം, ഇങ്ങോട്ട് തിരിച്ച് ഒരേ കാര്യം തന്നെ പോകുന്നത് കാണാം. എടുത്തില്ലല്ലേ? പോയതൊന്നും തിരിച്ചു പിടിക്കാൻ ആവില്ല എന്നൊരു എടി ആൻസി, എനിക്ക് തോന്നുന്നതേ അവൻ നമ്മുടെ കുടുംബത്തിന് ചേർന്നവനല്ലെന്നാ. ജീവിക്കേണ്ടി വരും. അതങ്ങനെ പ്രേമല്ലയോ, മുടിഞ്ഞ പ്രേമം. അങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ തന്തയുടെയും തള്ളയുടെയും അല്ലെ കാരണവന്മാരുടെയും നെഞ്ചത്ത് കുതിര കയറും. അങ്ങനെ ചെയ്തിട്ട്